ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 60 ഡേ 59 ഫാമിലി വീക്ക്. 3 പേരുടെ ഫാമിലി വരുന്നു. ഗിസേൽ, ആര്യൻ, അനുമോൾ. ആ ഒരു ട്രയോന്ന് എന്ന് ആലോചിച്ചു അല്ലേ? ഭയങ്കര ട്രയോ ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ വക. അപ്പോൾ സംഗതികളുടെ തുടക്കം അനീഷിൽ നിന്നാണ്. അനീഷും ഗിസേലും രാവിലെ തന്നെ പാട്ടൊക്കെ വരുന്നതിന് മുന്നേ എണീച്ചിരുന്ന് സംസാരിക്കുന്നതിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോക്ക് തന്നെയാണ്. അതായത് ആര്യൻ ഗിസേൽ ആ ബന്ധം, അതിന്റെ ഡെഫിനിഷൻ, അതിൽ എന്താ പറയാ, അനീഷ് വളരെ ആദ്യം മുതലേ ഉള്ള ഒരു സ്റ്റാൻഡ്, ഒരു നോർമൽ, അയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പിൽ ഉപരി വേറൊന്നും അതിനകത്ത് തോന്നിയിട്ടില്ല എന്നുള്ള സ്റ്റാൻഡ് അയാൾ ഉറച്ചു നിൽക്കുന്നു. ബാക്കിയുള്ള വീട്ടുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ ചാടുന്നില്ല. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഗിസേലിനാണെങ്കിലും ആര്യനാണെങ്കിലും ഒക്കെ ഒന്നൊരു വെപ്രാളം ഉണ്ടായിരുന്നു അല്ലേ? അവർക്ക് മുൻകൂട്ടി അറിഞ്ഞോ എന്നൊരു സംശയം, അവരെ വരാൻ പോണെന്നൊരു ഡൗട്ടുള്ള പോലെ തന്നെ ഗിസേലിനും ആര്യനും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് അനുമോക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ഒരു പേടിയൊന്നുമില്ല, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതെ. അതിനുശേഷം പാട്ട് വന്നു. പാട്ടൊരു വഴി കൂടി പോയി. പാട്ട് പോയതിനു ശേഷം ഷാനവാസും നമ്മളുടെ നെവിനും. ഷാനവാസിന്റെ ഗെയിം ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസാണ് ഇതിൽ ശരിക്ക് ക്രൂക്കഡ് ഗെയിം കളിക്കുന്നത്. ഭയങ്കര ക്രൂക്കഡ് ഗെയിമാണ്. ഷാനവാസ് എപ്പോൾ ആരൊപ്പം നിൽക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നെവിന്റെ കൂടെ, നെവിനെതിരെ, അല്ലെങ്കിൽ നെവിന്റെ ആ ഒരു ആക്ടിനെതിരെ കോല് മുറിച്ചിട്ട് വർത്താനം പറഞ്ഞ ആളാണ് ആര്? ഷാനവാസ്. ഇപ്പൊ നെവിന്റെ അടുത്ത് പോയിട്ട് മൂപ്പര് അത് പിച്ച് ചെയ്ത്, അതായത് ഇതുവരെ ഷാനവാസിന് വേണ്ടി സംസാരിച്ചതും ഷാനവാസിന്റെ ഒപ്പം വീട്ടിൽ നിന്നവരൊക്കെ എന്തായി മണ്ടേഷുകളായ പോലത്തെ ഒരു ഐറ്റമാണ് ഷാനവാസ് എടുത്ത് അടിച്ചത്. അല്ല, നെവിന്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ ബ്ലാങ്ക് ആയതുകൊണ്ട് നെവിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പറയാനും അതിനകത്തില്ല. ഫുഡ് കഴിക്കുക, വരുന്നവരെ മുന്നേ ചാടുക, പിന്നെ പോവാ, സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുക. ഇതല്ലാതെ നെവിന് വേറെ ഗെയിം ഇല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് നെവിൻ്റെ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ഷാനവാസ് മാൻ ആ വീട്ടിനകത്ത് ഇച്ചെങ്ങായിയാണ് ശരിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാള് ക്രൂക്കഡ് ഗെയിം, ഭയങ്കര ക്രൂക്കഡ് ഗെയിം ഇയാള്. ഞാൻ ഞെട്ടിപ്പോയി ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു ടോക്ക്. അല്ല, നല്ലതാണ്, ഗെയിം അടിപൊളിയാ. കാരണം അത് ക്രൂക്കഡ് സാധനം മൈൻഡ് അല്ല, ഇത് മൈൻഡിലുപരി കൊനിഷ്ട് ഗെയിമാണ്. ഈ ഗെയിമാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും ഒരു വേലിക്കെട്ട് ഇട്ടിട്ട് അതിനുള്ളിൽ ഇട്ടതാ. ഒരാൾക്കും ഷാനവാസിന്റെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നണേ? വാട്ട് യു ഫീൽ? അല്ല, തന്നെ അയാളെ നെവിൻ്റെ കൂടെ ഇതാവാൻ കാരണം എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് അയാളെ, എനിക്ക് മനസ്സിലാവില്ല എന്തെന്നിട്ടാണ് അയാളെ പുറത്ത് ഭയങ്കര രസമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. മാത്രല്ല ഷാനവാസിന്റെ മകള് പറഞ്ഞു നെവിൻ ഫേവറേറ്റ് ആണ്. അത് മാത്രല്ല, ഷാനവാസിന് ഈ പുറത്തുനിന്ന് വന്ന ഒരു ആസ്പെക്ടിന് ഉപരി ഞാൻ ചിന്തിച്ചൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആരോടൊക്കെ അടിണ്ടാക്കി? അനീഷിനായിട്ട് കച്ചറയായി, അനുമോളായിട്ട് കച്ചറയായി, ആദിലാനൂറ പ്രത്യേകിച്ച് അതിൽ ഇടപെട്ടില്ല. ഇന്നിപ്പോൾ മീശൊക്കെ വെട്ടിയിട്ട് ഇന്ദ്രനായി അവിടെ ഒരു സൈഡിൽ പോയിരുന്നിട്ട് മേക്ക് ഓവർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആദില മാത്രമേ കേട്ടിരുന്നു. നൂറൊക്കെ എണീച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന് മറ്റേ കെട്ടഴിക്കുകയാണ്. ആ വീട്ടിൽ ഡേ 1 മുതൽ നടന്ന കാര്യവും ഇയാൾ ആർക്കൊക്കെ വേണ്ടി ചെയ്തു പറഞ്ഞു എന്നുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബാക്കിയുള്ളവരൊരു ഇമോഷണൽ സാധനത്തേക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാള്. ഇയാൾ വളരെ ക്രൂക്കഡായിട്ട് അത് ആ സാധനം ഉണ്ടല്ലോ. അതായത് ഇന്ന് ആ വീട്ടിൽ അയാൾ ഫുള്ള് ഏതാ മൂഡ് അറിയോ? ഞാൻ ഷാനവാസ്, ഈ മൂടാ. അയാൾ എല്ലാവരുടെ അടുത്തും ഒരു ഭയങ്കര ബോസി ആയിട്ട്, അറഗൻ്റ് ആയിട്ട്. പിന്നെ അങ്ങനത്തെ ഒരു സ്കീമാണ് ഇന്ന് മൊത്തം. വീട്ടുകാർ വന്നപ്പോഴും ഷാനവാസിന് ആരും മൈൻഡില്ല. ഷാനവാസിന് ഇന്നലത്തെ പ്രശ്നം മൈൻഡിൽ കിടക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നം അത് ന്യായീകരിക്കാനും അതിൻ്റെ മുകളിൽ കൂടുതൽ പുട്ടിയടിക്കാനും, അതായത് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞു. അത് ആരും ചെയ്തു, ഷാനവാസും ചെയ്തു. ഈക്വലി രണ്ടുപേരെടുത്തും ഫോൾട്ട് ഉണ്ട് അതിനകത്ത്. പക്ഷെ ആര്യനത് ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആരും ഓൾറെഡി പറഞ്ഞു അല്ല, ഷാനവാസിന് എനിക്കിന്ന് നെവിനോടുള്ള അപ്രോച്ച് എനിക്ക് തോന്നിയത് പുറത്തുനിന്നുള്ളവർ പറഞ്ഞതിനേക്കാൾ ഉപരി ആ വീട്ടിനകത്ത് ഇനിയിപ്പോ ഇവനും കൂടി ഒന്ന് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് തിരിഞ്ഞല്ലോ, ഇനി അവർക്കെതിരെയാണ് ഷാനവാസ്. കാര്യത്തില് അനീഷ് അയാൾക്കെതിരെ നീങ്ങുന്നുണ്ട്. ഞാൻ അത് കാണുമ്പോഴാണ് പറയുന്നത്, അനീഷിന്റെ അടുത്ത് എന്തൊക്കെ തരികിടം കാണിച്ച് ഇയാൾ എന്നാലും അയാൾക്ക് പറയാനുള്ളത്. അനീഷ് ഇന്നലെ പറഞ്ഞൊരു ടോൺ എന്ന് പറഞ്ഞാൽ ആ ടോണിലല്ല അനീഷ് ആദിലേനോടോ ബിന്നിനോടോ ആ വീട്ടിൽ വേറെ ആരോടോ സംസാരിക്കുന്നത്. ഇന്നലെ ഈ ഷാനവാസ് ചെയ്ത സെയിം പരിപാടി ആ വീട്ടിനകത്ത് വേറെ ആരെങ്കിലും ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ
100 വട്ടം പറഞ്ഞ് വെറുപ്പിച്ച് പണ്ടാറടക്കി വിട്ടുന്നു ആര്യനോട് പറഞ്ഞില്ല. ആര്യനോട് എന്തിനാ പറയണ്ടേ? ഷാനവാസ് എടുത്തു എന്നാണ് അനീഷ് കണ്ടത്. അനീഷിന്റെ പെർസ്പെക്റ്റീവില് ഷാനവാസാണ് ആദ്യം എടുത്തതെന്നാണ് ആര് കണ്ടേ? അനീഷ് കണ്ടേ. ഇപ്പൊ അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ വെച്ചിട്ട് അനീഷ് അങ്ങനെ ഒരാളെ ആദ്യമായിട്ട് എടുക്കുന്നത് കണ്ട എത്രത്തോളം അയാൾ വെറുപ്പിക്കും. ആര്യൻ അന്ന് ഗ്ലാസ് കഴുകാത്തതിന് ആര്യനാൾ ക്യാമറ വരെ തല്ലി പൊളിക്കുന്ന രീതിയിൽ വർത്താനം പറഞ്ഞു. ഇന്ന് അക്ബറിനോട് ലാസ്റ്റ് പൊരിഞ്ഞടി ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി, ബിന്നിനോട് കച്ചറ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഈ ഫ്രീക്വൻസിയിലും ഈ വേവ് ലെങ്ത്തിലും ആ ടോണിലും അല്ല അനീഷ് ആരോട് പിച്ച് ചെയ്യണേ? ഷാനവാസിനോട് പിച്ച് ചെയ്യണേ. എന്നിട്ട് ഷാനവാസ് തിരിച്ചു കൊടുക്കുന്ന എന്താ അനീഷിന്? ഇന്ന് ലിറ്ററലി ബുള്ളി ആയിരുന്നു ഷാനവാസ് അനീഷിനെ. പിന്നാലെ നടന്ന് മീശയും പിരിച്ച് നിനക്ക് കല്യാണം കഴിക്കണടാ, നിനക്ക് കല്യാണം കഴിക്കും. ഒരു മനുഷ്യനെ ഇതിനെങ്ങനെയാണ് അതിന് ബോണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റുക? അയാളെ ബുള്ളി ചെയ്യാണ് സത്യത്തിൽ ഷാനവാസ് ചെയ്തത്. അതിന്റെ ക്ലിപ്പ് ഞാൻ കേൾവി. ഇതിലെന്താ തമാശ ബോണ്ട് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. ഇത് കാണും. അതെങ്ങനെ നിന്നോട് പറയുന്നത്? നീ തീരുമാനം എന്തോ എന്ത് ജിസേൽ, ഞാനിവിടെ വന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ മീൻസ് കുറച്ച് നാള് ഞാനിവിടെ ജീവിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു ഗെയിം ആയിരിക്കാം, ഒരു കോണ്ടന്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെയാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. ഗെയിമിന്റെ ഭാഗം ടാസ്ക് ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ജിസേൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. അതുകൊണ്ട് നീ മിണ്ടരുത്, നീ കുറച്ച് അങ്ങോട്ട് നീങ്ങുന്ന കുറച്ച് നീക്ക് ഞാനും സംസാരിക്കുന്നത്. എന്താ കോണ്ടസ്റ്റ് മനസ്സിലായോ? ഇയാള് ഭയങ്കര സീരിയസ് ആക്കി എടുത്തിരിക്കുക പാവം. ഗിസയിൽ പോയിട്ട് മറ്റേ പാട്ടൊക്കെ പാടി ഇയാളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാധനം അടിച്ചില്ലേ? ലൈവിലല്ല, കഴിഞ്ഞ ദിവസം എന്താ മറ്റേ പാട്ടൊക്കെ പാടി ലാലേട്ട പാട്ടൊക്കെ പാടിച്ച് ഈ ചെങ്ങായി ഷാനവാസ് ഇതൊരു ഗെയിം പോലെ അനീഷിന്റെ ചുറ്റും നടന്നിട്ട് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് പറയുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ട് എനിക്കത് അയാളും ഗെയിം യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാളത് ഇങ്ങനെ പേടിപ്പെടുന്ന പോലെ നമുക്ക് കാരണം നമുക്ക് വരെ തോന്നുന്നുണ്ടല്ലേ അനീഷ് എന്താ പറയുക? അനീഷ് ഞാൻ ആദ്യം മുതൽ അയാളെ ഗെയിം ഇപ്പോഴും ഞാൻ പറയട്ടെ, അയാളെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഗെയിമിന് സംസാരിക്കാന്ന് പറയുമ്പോ മാങ്ങാണ്ടിനെ കുറിച്ചിട്ട് ഇയാള് സംസാരിച്ചിട്ടില്ലേ? അത് ഭയങ്കര അത് ആര്യൻ സംസാരിച്ചു. ആര്യൻ ഇന്നസെന്റിനേക്കാൾ ഉപരി എന്താ അറിയോ? ആര്യൻ ഈസ് നോട്ട് ഇന്നസെന്റ് എന്നല്ല പറയണ്ടേ, ആര്യൻ ഭയങ്കര ഇഗ്നോറൻസ് ആണ്, കെയർലെസ് ആണ്. ആര്യൻ ഭയങ്കര കെയർലെസ് ആണ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അനീഷ് ഭയങ്കര ട്രൂത്ത്ഫുൾ ആണ് ഷാനവാസിനോടും പിന്നെ ഗെയിമിനോടും. അയാൾ അപ്രോച്ച് ഭയങ്കര ട്രൂത്ത്ഫുൾ ആണ്. അയാളതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ മലക്കം മറിച്ചിടാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ബോംബ് പൊട്ടിക്കാനുള്ള ഗെയിമൊന്നും ഇല്ലെങ്കിലും അയാൾ കളിക്കുന്ന സാധനം അയാൾ ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട്. ബട്ട് ഷാനവാസ് അങ്ങനെയല്ല. ഷാനവാസ് എല്ലാവരുടെ അടുത്തും ഡബിൾ ഏജന്റ് കളിയാണ് ഷാനവാസിൻ്റെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഫീൽ. ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഇന്നിപ്പോൾ നെവിൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ മുകളിലാണ് എനിക്ക് ഇത്രയും ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ ബിന്നി വന്നു. രാവിലത്തെ മോർണിംഗ് ടാസ്കിൻ്റെ സാധനത്തിന് വിളിച്ചു. ബിന്നീനായിട്ട് കുറേ കച്ചറ ഉണ്ടായി. മോർണിംഗ് ടാസ്ക് ഒന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എപ്പിസോഡിൽ മോർണിംഗ് ടാസ്ക് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒക്കെ നല്ല സാധനമായിരുന്നു. അതായത് നമുക്ക് ആരെപ്പോലെ ആവണ്ട എന്നുള്ള ഒരു ഐറ്റമായിരുന്നു. അതിൽ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. നെവിന് നന്നായിട്ട് കിട്ടി. നെവിന് ബോധിച്ചു. നെവിന് പുറത്തുനിന്നുള്ളവർ വന്ന് എന്തൊക്കെ പറഞ്ഞാലും നെവിന് അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബിന്നിക്ക് എന്തിനാണ് അത്ര എന്റർടൈൻ ചെയ്യണമെന്ന് നെവിന് അതെന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ വരുമ്പോ പുറത്തുനിന്ന് ഈ നെവിന്റെ എനിക്ക് ബിന്നിന്റെ ഹസ്ബൻഡ് പുറത്തത്തെ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിന്നിക്കൊരു വിചാരമുണ്ട് ഈ നവീൻ എന്തോ നല്ല പുറത്ത് ഭയങ്കര രസമായിട്ടാ പോണെന്ന് തോന്നുന്നത്. അതുകൊണ്ടൊക്കെയാണോ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നവീൻ ചിലപ്പോ അങ്ങനെ പറഞ്ഞ അവസാനം ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഒരു അടി ഉണ്ടാക്കിക്കാനുള്ള സീൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ അവരെ പുതപ്പിന്റെ അടിയിൽ പോയിരിക്കും, അത് ഇങ്ങനെ പോയിരിക്കും. അപ്പുറത്തും ചുറ്റുവട്ടത്തുള്ള ആ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ വെറുക്കുന്നുണ്ട് കാണുമ്പോ, നമുക്കും വെറുക്കുന്നുണ്ട്. പക്ഷെ അവര് രണ്ടാളും മാത്രം എന്താണ് ചിരിച്ചു കളിച്ച് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കച്ചറ പുറത്ത് പോകാൻ ഭയങ്കര ബോറല്ലേ? അതെന്താ അറിയോ? ഇവള് ഗെയിമിന്റെ ഭാഗമായിട്ടാ കളിക്കുന്നത്. ആ കച്ചറ വീണ്ടും ആൾക്കാർ എന്തെങ്കിലും മറക്കും. നൂബിന് അങ്ങനെയല്ലല്ലോ. 2 ദിവസം പൊട്ടിത്തെറി പ്രതീക്ഷിക്കാൻ വേണ്ടിട്ടാണോ എനിക്ക് സംശയമുണ്ട് കളിക്കുന്നത്. എന്താണെങ്കിലും കിച്ചണില് പിന്നെയും അനുമോളുടെ ഭരണമാണ്.
അനുമോക്ക് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി വിളിക്കണം. ഒനീലും അനുമോക്കുമാണ് കൂടുതൽ ഉണ്ടാക്കാൻ അറിയുന്നത്. അതിന്റെ ഒരു ഡോമിനൻസി ആര് കാണിക്കുന്നുണ്ട്. ഒനീല് പക്ഷെ ഞാൻ ഇത് കാണിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഒനീലിന് ആര് ഭക്ഷണം ഉണ്ടാക്കാൻ വിളിച്ചാലോ ഹെൽപ്പിന് വിളിച്ചാലോ ഒനീല് കിച്ചൺ ടീം ആണെങ്കിലും അല്ലെങ്കിലും അയാളുടെ പ്രൊഫഷൻ അതുകൊണ്ടായതായിരിക്കണം. അയാൾ വരുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു ഒന്നുമില്ല. പക്ഷെ അനുമോക്ക് അങ്ങനെയല്ല. അനുമോൾ അടുക്കള ഭരണം കംപ്ലീറ്റ് ആയിട്ട് അടുക്കള കിട്ടണം. അതെ, ആ ഭരണം ഭയങ്കരമായിട്ട് ഒരു. പിന്നെ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ബിന്നിനെ സമ്മതിച്ചു കേട്ടോ. ഹസ്ബൻഡ് അവിടെ ഉണ്ടെന്നൊന്നും ബിന്നിക്ക് നോട്ടല്ല. ബിന്നി കളിക്കണ്ടേ അല്ലേ? ബിന്നി അത് നോക്കാതെ കളിക്കുന്നുണ്ട്. ബിന്നി അത് ന്യൂബിനെ മൈൻഡ് ചെയ്യില്ല. എനിക്ക് അയാളെ ഒരു അടിപൊളിയായി തോന്നിയ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് അയാൾ അവിടെ നിന്ന് മാറിക്കണം. അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അതെ, ബിന്നിനെ സപ്പോർട്ട് ചെയ്യില്ല. അയാൾ സ്വയം മനസ്സിലാക്കി ഞാൻ ഗെയിമർ അല്ല, ഞാൻ 2 ദിവസത്തിന് വന്നാന്നുള്ള ഓർമ്മയിൽ അയാൾ മാറി വെക്കുന്നുണ്ട്. അത് എനിക്ക് അടിപൊളിയായി തോന്നി. മറ്റേത് നമ്മളെ വൈഫിനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചട്ടം ഉണ്ടാവില്ലേ. അയാൾ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നത്. അത്രേ കാണുള്ളൂ അയാള്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പൊന്നമ്മ ചേച്ചി വന്നത്, നമ്മുടെ ഗിസൈലിന്റെ അമ്മ. വന്ന ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ നന്നായിട്ട് കളിക്കുന്നില്ല. അത് 30 വന്ന ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് ആദ്യത്തെ അടി, നീ നന്നായിട്ട് കളിക്കണില്ല. ആ 36 സീന്. 36 എന്താ ഒരു സൈഡിൽ ആര്യന്റെ അമ്മയും ഏട്ടനും വന്നിട്ട് ഒരു പുല്ലും ആര്യന് പറഞ്ഞു കൊടുത്തില്ല. ആര്യന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ എന്താ വേറെ എന്തൊക്കെയോ പറഞ്ഞു. അവര് കാര്യമായിട്ട് ഒന്നും ആര്യന് പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഗിസൈലിന്റെ മമ്മി കൃത്യമായിട്ട് എന്നാ രസം എന്താ അറിയോ, ഗിസൈലിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ബിഗ് ബോസിന് തടയാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആര്യനെ ഇഗ്നോർ ചെയ്തു അവിടെ തന്നെ. അത് ഗിസൈലിന് മനസ്സിലായി. വേറെ ഒന്നും മനസ്സിലായില്ല, അത് മനസ്സിലായി. പിന്നെ ഗിസൈൽ എന്താ പറയുന്നത് അറിയോ, ഗിസൈലിനോട് അവിടെ ബെഡിന്റെ കാര്യം പറയുന്നുണ്ട്, ഗിസൈലിനോട് ഗെയിമിന്റെ കാര്യം പറയുന്നുണ്ട്. 36 ഗിസൈൽ തിരിച്ച് മമ്മി മുംബൈ പോണം, മുംബൈ പോയി ഇന്റെ മേക്കപ്പ് കൊടുത്തേക്കണം, ഇന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇന്റെ സ്പ്രേ കഴിഞ്ഞു. 36 ഇത് മാത്രം അറിയുന്നത്. അല്ലാതെ ഗിസൈലിന് മമ്മി പറയുന്നുണ്ട്, നീ എന്താ പുറത്ത് വന്നിരിക്കാത്തെ, നീ ഫുൾ ടൈം അകത്താണ്, അവരെല്ലാരും ഇവിടെ വന്നിട്ട് ആ ഹാങ് ചെയ്യുന്ന സാധനത്തിലിരിക്കും. 36 ഇട്ട് എറിഞ്ഞ് കൊടുക്കാണ്. ഈവൺ അവിടെ മറ്റേ ഡ്രസ്സ് വെച്ച ബെഡിന്റെ അവിടെ പോയിട്ട് വരെ എന്ത് മോശമായിട്ടാണ് കിടക്കണെന്നൊക്കെ ചോദിച്ചു 36 പറയുമ്പോ ഗിസൈൽ നോ, എനിക്കിതൊന്നും താല്പര്യമില്ല, എനിക്ക് എന്റെ മേക്കപ്പ് കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല. പിന്നെ ആകെ ചോദിക്കാനുള്ളത് ആര്യനെ മൈൻഡ് ചെയ്തോ. ഇത് മാത്രം വെച്ചിട്ട് 36 അമ്മേനോട് സൈഡാക്കി. അമ്മ നന്നായിട്ട് വന്ന് കാര്യം ഈ വന്ന കൂട്ടത്തിൽ കേട്ടോ, ഇതുവരെ പാരന്റ്സ് കയറിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് കാര്യം ഇട്ട് കൊടുത്തത്. അതില് നൂറിൽ ലക്ഷ്മിയൊക്കെ നല്ല കളിക്കേണ്ടത്. അതെങ്ങനെ പറഞ്ഞെന്നറിയോ, അത് മറ്റേ ടോണിലാ പറഞ്ഞേ, എന്തോ കളിക്കുന്നു മുതിരൊരു സാധനം വെച്ചാ പറഞ്ഞേ. അമ്മേ ഗിസൈൽ അതേപോലെ ഗെയിം കളിക്കാൻ ഞാൻ വിചാരിച്ച ഒരു ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമൊക്കെ കളിക്കാൻ നല്ല സൂപ്പർ അടിപൊളിയാവുമെന്ന് വിചാരിച്ചേ. എത്ര നേരം 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഗിസൈൽ, അതും ക്ലൂ ചോദിച്ചു. നല്ല ബട്ടർഫ്ലൈസ് കളിച്ച മാതിരി നല്ല ബട്ടർഫ്ലൈസ് അങ്ങോട്ട് പോയി നേരാക്കി. ഇതെത്ര നേരം, ഇത് അതിലേറെ തോന്നുന്നുണ്ട്. ഇത് അവരെടുത്തതിനേക്കാൾ ഇരട്ടി സമയം എടുത്ത് തോന്നുന്നുണ്ട്. ഇത് കുറെ നേരം എടുത്തിട്ടുണ്ടോ ഗിസൈല്, ഒരു ലോഡ് സമയം എടുത്തിട്ടാണ് ഗിസൈല് ആ പസിൽ തന്നെ വെച്ച് കയറുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ അമ്മ അവിടെ ഇരുന്ന്, അമ്മ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ, അമ്മ അവിടെ ഇരുന്നിട്ട് നെവിനെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. 36 നെവിനെ പിടിച്ച് ഫേവറേറ്റ് ആക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. എന്താ എല്ലാരും അങ്ങനെ പറയണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫാമിലിയിൽ എല്ലാരും എന്താ അങ്ങനെ പറയണെന്നാവോ. ഒരാള് മൈൻഡ് ചെയ്യാത്ത ലക്ഷ്മിനെയാണ്. ലക്ഷ്മി ഇന്നും ഏറ്റവും എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമായ ഒരു സംഭവം എന്താ, ലക്ഷ്മിക്ക് അതൊരു പ്രശ്നമായിട്ടേ വന്നിട്ടില്ല. നമ്മള് ഡൗൺ ആവുമല്ലോ എല്ലാരും ഇങ്ങനെ. ലക്ഷ്മിനെ കാണിക്കാത്തയാണോ എനിക്കറിയില്ല. ലക്ഷ്മി ഇല്ല, ലക്ഷ്മി വന്നപ്പോഴുള്ള പൊട്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മുപ്പത്തിക്ക് ഒന്നും പ്രശ്നമില്ല, വിഷമവും ഇല്ല, ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ ചിരിക്കാൻ എന്തോ. സാബുമോൻ കേറിപ്പോയി, സാബുമോൻ വരെ കേറിപ്പോയി. 36 സാബുമോന്റെ പോലെ ആയിപ്പോയി. ഇപ്പൊ അവിടെ ഏറ്റവും താഴെ ഏറ്റവും ലോ കണ്ടന്റ് ഒന്നുമില്ല. 36 കാണുന്നില്ല, കാണിക്കണില്ല, ഒന്നും ചെയ്യണില്ല. അവിടെ എന്തോ എങ്ങനെയോന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ സാരി കൊടുത്തിട്ട് അവിടെ എവിടെയോ ഒരു സ്പോട്ടിൽ കണ്ടു ഒരു എക്സ്പ്രഷൻ. ഈ ആര്യന്റെ അമ്മയൊക്കെ 30 മുന്നാണ്. അത് അടിപൊളി ഫ്രെയിം ആയിരുന്നു, സൂപ്പർ ഫ്രെയിം ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ആര്യം കൺഫെഷൻ റൂമിൽ പോയി. ആര്യം കൺഫെഷൻ റൂമിൽ പോയിട്ട് ആ പാട്ടുണ്ടല്ലോ, സോനു നിഗത്തിന്റെ ആ പാട്ടാണ് ശരിക്കും. ആ പാട്ട് എവിടെ ഇട്ടാലും ആ സീനാണ് എസ്കലേറ്റ് ആവും. ആ പാട്ടും ആര്യന്റെ അമ്മയുടെ എൻട്രി ഒരു രക്ഷയില്ല. നേരെ വന്ന് പൂമ്പാറ്റകളെ കെട്ടിപ്പിടിച്ച് യു ആർ മൈ ഡോട്ടേഴ്സ്. അത് ഒന്നാമത്തെ കാര്യമുണ്ട്, 36 2 ആൺകുട്ടികളാണ്. ഒരു സ്പെഷ്യൽ സാധനം. രസമല്ല
യു ആർ മൈ ഡോട്ടർ ആര്യൻ. അപ്പൊ ഗിസേലോ ഷീസ് നോട്ട് ഡോട്ടർ, ഷീസ് മൈ ഫ്രണ്ട്. എന്നെ കുറ്റം പറയാൻ വേണ്ടി വന്നത്. അതെന്താ അമ്മ പോയിട്ട് എന്താ ബെഡ് മേക്ക് ചെയ്യാത്ത, എന്താ ഇങ്ങനെ നടക്കണേ? മുപ്പത്തിയാറ് അതാ പറയണേ. മുപ്പത്തിയാറ് പിന്നെ മുപ്പത്തിയാറ് റൂട്ടീനെ കുറിച്ചിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കും, അങ്ങനെ ആ ലൈനേ ഉള്ളൂ. ഏട്ട അടിപൊളി അല്ലേ, നല്ലൊരു മനുഷ്യൻ. അതിനിടയിൽ ഗിസേല് പോയിട്ട് ഏട്ടന്റെ മറ്റേ ഇതാകെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും? പ്രേക്ഷകർ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ലൈവിൽ കണ്ടവർക്ക് അറിയാം. പോയി ഇത് ചോദിക്കുന്നുണ്ട്, ഏജ് ചോദിക്കുന്നുണ്ട്, വയസ്സ് ചോദിച്ചോണ്ടിരിക്കുന്നു ഗിസേല്. അത് എന്തിനാ എനിക്ക് പിടുത്തം കിട്ടിയില്ല. ആര്യന്റെ വയസ്സ് അറിയാൻ വേണ്ടിട്ടോ ചിലപ്പോ. ആര്യ 23 പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, അതറിയാൻ വേണ്ടിട്ടാണോ ഇനി? എന്തോ വയസ്സ് ചോദിക്കുന്നുണ്ട്. ഈ ചെങ്ങായി എന്തോ 2 വയസ്സോ 1.5 വയസ്സിന്റെ എന്തോ കണക്കും പറയുന്നുണ്ട്. വയസ്സ് ചോദിച്ചു നടക്കുന്നത്. ആൾക്ക് എന്തിന്റെ കാര്യത്തിനൊന്നും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. പക്ഷെ ആര്യന്റെ അമ്മയും ഗിസേലിന്റെ അമ്മയും തമ്മില് അത്ര ഒരു സെറ്റായി പോയില്ല എന്നാണ് എന്റെ തോന്നൽ. അവര് തമ്മിൽ അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആയി സെറ്റ് ആവാത്ത പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. അതെ, ആര്യം പിന്നെ ടാസ്ക് പെട്ടെന്ന് കഴിച്ചു കേട്ടോ. ആര്യന്റെ ടാസ്കിന്റെ എക്സ്പ്രഷനും അടിപൊളിയായിരുന്നു. ടാസ്കും പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ക്രൈമോളുടെ വീട്ടുകാർ വന്നത്. ക്രൈമോളുടെ വീട്ടുകാർ വന്നപ്പോൾ തന്നെ ബിഗ് ബോസിന് വന്നു. ഇത് അനുമോൾ PR നിന്ന് ആറാടാനുള്ള ദിവസമാണ്. കാരണം അനീതിയാണ് ബിഗ് ബോസ് അനുമോളോട് ചെയ്തത്. കൊടൂര ക്രൂരതയാണ് അനുമോളോട് ചെയ്തിട്ടുള്ളത്. അല്ല, അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇത്രയും ദിവസം എല്ലാവരും വീട്ടുകാരും വന്നു പോയിട്ടും ഇന്നിപ്പോൾ എന്താ ബിഗ് ബോസ് പറഞ്ഞേ, നിങ്ങൾക്ക് ഒരു വട്ടം വീട്ടുകാരെ കാണാം, കണ്ടിട്ട് കളി. അത് അനുമോക്ക് മാത്രം എത്ര വലിയ സീന്, എന്താ അനുമോളെ കാണിക്കാഞ്ഞ്? അല്ല, എനിക്ക് അതിൽ പ്രതിഷേധം ഉണ്ട്. അതിൽ പ്രതിഷേധിക്കണം. അതൊക്കെ അതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാനാന്നുള്ളത് നമുക്കറിയാം. കാരണം അനുമോൾ അങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ അനുമോൾ കരഞ്ഞ് ഒച്ചമൊളി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കും നമുക്കറിയാം, ഓബിയസ് ആണ്. പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ പോലും അത് എനിക്ക് മോശം ഒരു കാര്യമായിട്ട് തോന്നിയിട്ടു. അത് ശരിക്കും കാണിച്ചിട്ടല്ല, എല്ലാവരും കാണിച്ചിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അനുമോക്ക് മാത്രം തവണ അനുമോളിയും കാണിച്ചിട്ട് വിടാലോ. അത് കാണിച്ചു വിടാത്തത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ല, കണ്ടന്റ് അനുമോൾ എന്തെങ്കിലും കൊടുക്കൂലോ. ഇന്ന് ബിഗ് ബോസ് എന്നുള്ള സാധനം അപ്പുറത്തെ TV-യിൽ തെളിഞ്ഞു നിന്നിട്ടും വെക്കാൻ പറ്റിയില്ലല്ലോ. ആലോചിച്ച് നോക്ക്, ബിഗ് ബോസ് എന്നുള്ള സംഗതി ലോഗോ അപ്പുറത്തെ TV-യിൽ തെളിഞ്ഞു കിടന്നിട്ട് പോലും അനുമോൾ അവിടെ കിടന്ന് വെള്ളം കുടിക്കരുത്. അനുമോളെ ബിഗ് ബോസ് പഠിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഏതെങ്കിലും ടീച്ചർമാർ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പോയി ചാടിയിട്ടുണ്ടാവും. എവിടെ ആകെ ഇങ്ങോട്ട് ഇമോഷണലി വെപ്രാളപ്പെട്ട് ഇങ്ങോട്ട് ഇല്ലാതായതാ തോന്നുന്നു. എന്താണെങ്കിലും അതൊക്കെ കുറെ തെറ്റിച്ചു. അത് കഴിഞ്ഞ കട്ടറിന സാധനം തെറ്റിച്ചു. അതെ, അത് കഴിഞ്ഞ് പിന്നെ അനുമോളെ അമ്മയാണെങ്കിലും അങ്ങനെ എന്താ പറയാ, സ്ട്രെയിറ്റ് അവേ പ്രത്യേകിച്ചൊന്നും ഇട്ടതായിട്ട് ഞാൻ അധികം ലൈവ് കണ്ടിട്ടില്ല കേട്ടോ. അനുമോളെ അമ്മ എന്താ പറഞ്ഞെന്നുള്ളത് ഞാനും ഈ പറഞ്ഞ തുടക്കം മാത്രം കണ്ടിട്ട് പിന്നെ ഞാൻ നിർത്തിപ്പോയിട്ടുണ്ട്. ആ സാധനം ഞാൻ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. എപ്പിസോഡിൽ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളെ ചേച്ചിയെ കസിനാ അവരിന്നിപ്പോ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തോന്നി. ഈ കരച്ചിലിന്റെ കാര്യവും ബാക്കി പരിപാടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തോന്നി. ഇന്ന് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ആര്യന്റെ അമ്മ വന്നിട്ട് അനുമോളെ ഫസ്റ്റ് കെട്ടിപ്പിടിച്ച കണ്ടോ. അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കെട്ടിപ്പിടുത്തം. 37 വന്ന് നൈസായിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയി ഒരു വഴിക്ക്. അല്ല, അവരെന്താണെങ്കിലും എല്ലാം നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീട്ടുകാരൊക്കെ നന്നായി ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫാമിലി റൗണ്ട് എൻട്രി വന്നത് മിസ്റ്റർ സ്പൈക്കുട്ടൻ, ദ സെലിബ്രിറ്റി ഓഫ് ബിഗ് ബോസ് സീസൺ 7 സ്പൈക്കുട്ടനാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വന്തം കടയാണ്. മൈജീന്റെ ഉദ്ഘാടനത്തിനെ വിളിച്ചിട്ടുള്ളൂ, വേറെ ഒന്നിനും വിളിച്ചിട്ടില്ല. അപ്പോ സ്പൈക്കുട്ടൻ വന്നു, നെവിനെ പൊക്കി. നെവിന് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി. അച്ചാർ ഒളിപ്പിച്ച് വെച്ച നെവിൻ ഓന് അന്നത്തെ കണ്ടന്റ്, ആ തുടക്കം മുതലുള്ള കണ്ടന്റ് തന്നെയാണ് ഇങ്ങോട്ട്, വലിയ മാറ്റൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് അക്ബറും അനീഷും തമ്മിലുള്ള ചപ്പാത്തി കടി. അക്ബർ അനീഷോ സത്യത്തിൽ ഇപ്പൊ ഇവരടി കാണുമ്പോ തമാശ കാര്യപ്പെട്ട കാര്യത്തിനൊന്നല്ല. ബിന്നിന്റെ ഹസ്ബൻഡ് പറയുന്നിട്ടില്ലേ, നിനക്ക് പുറത്തിറങ്ങുമ്പോഴേ അറിയുള്ളൂ ഈ അടിച്ചു വെക്ക എന്തിനാന്നുള്ളത്. അപ്പൊ എനിക്കിതൊക്കെ കാണുമ്പോ ചിരിയ വരുന്ന ആള് പറയും. അതേപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആര്യന്റെയും ഗിസേലിന്റെയും ചായക്കപ്പ് മുട്ടിക്കൽ. എന്നെ ഇഗ്നോർ ചെയ്തു, നിന്നെ ഇഗ്നോർ ചെയ്തു. ഇത് ഇൻ മേക്കിംഗ് ആയിരുന്നു. അതായത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആ ഒരു സാധനത്തിന് മാറി കളിക്കുന്നുള്ളത് ഭയങ്കര ഓബ്വിയസ് ആയിരുന്നു. ബിക്കോസ് പുറത്തുനിന്ന് വൈൽഡ് കാർഡ്സ് വന്നത് മുതൽ, ചലഞ്ചേഴ്സ് വന്നത് മുതൽ, ഇപ്പൊ ഫാമിലി വന്നപ്പോഴൊക്കെ അവരോട് റിപ്പീറ്റഡ്ലി അവരോട് പറയുന്നത് എന്താ,
മാറിക്കളിക്ക്. ഇത് ഇനി ഗെയിം ചേഞ്ച് ചെയ്യാൻ പോണത് ആരാ അറിയും? ആരാ പറയും? ആരാ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോണത്? നിങ്ങൾ പറയും ആരാ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോണത്? ഹൂ വിൽ ബി ദ ഗെയിം ചേഞ്ചർ ഇവരെ വിഷയത്തിലോ? പറയും അല്ലല്ലോ, ഞാൻ പറയട്ടെ. ലാലേട്ടൻ വീക്കെൻഡിൽ വരും, മക്കളെ വീട്ടുകാരും അവരും ഇവിടെ ഒക്കെ പലതും പറയും. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരെ കാണിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കളിക്കുന്ന പറയും. രണ്ടും കൂടി വീണ്ടും എന്താവും? പഴയ പോലത്തെ ബോണ്ടും ഫ്രണ്ട്ഷിപ്പും ആയിട്ട് കളി തുടങ്ങും. അവിടെയാണ് ബിഗ് ബോസിന്റെ കളി ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പര്. ഈ ആഴ്ച അങ്ങനത്തെ സാധനം ഞാൻ തോന്നുന്നുണ്ട്. വീണ്ടും കാട്ടവരാതം നെവിന്റെ വക വെറുപ്പിക്കൽ. അയ്യോ, ജിന്നി നൂബിന് റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഇവന് വല്ല പാഷാണം കൊടുത്തിട്ടുണ്ടാവും കലക്കിയിട്ട്. എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇപ്പൊക്ക് തോന്നുന്നത് ചില മനപ്പൂർവ്വം അടി ഉണ്ടാക്കിക്കാൻ വേണ്ടിട്ട് നൂബിന്റെ വായന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നെഗറ്റീവ് ആക്കാനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി എപ്പിസോഡ് ലാലേട്ടൻ ശരിക്കും ചോദിക്കണം. കാരണം ഇവന്റെ അത് വൃത്തികെട്ട പരിപാടിയാവും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഉണ്ടായ അടി, ആര്യൻ ഒനീൽ അടീൻ്റെ ഇടയിൽ പഴയ ആ ബെഡിന്റെ ഇഷ്യൂ സംഗതി എടുത്തിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അക്ബർ പറയുന്നത്. ഓക്കെ, എനിക്കതാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ഇത് ലൈവ് കാണിക്കുമല്ലോ, ഇപ്പം ലൈവ് നടക്കണുള്ളൂ തോന്നുന്നുണ്ട് എനിക്കത്. എപ്പിസോഡിൽ കണ്ടതെന്ന് നമുക്ക് മനസ്സിലായത് അതാണ്. അക്ബർ റെഫറിങ് ദാറ്റ്, അതായത് ഒനീൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ വലിച്ചിടുന്നു എന്നുള്ളത്. അത് ഗിസയിൽ പോയി ക്ലിയർ ചെയ്തത് നന്നായി ഒനീലിൻ്റെ അടുത്ത്. ഓക്കെ, അല്ല ഒനീൽ പറയുന്നത് ഞാൻ അതല്ല റെഫർ ചെയ്യുന്നത്, ഞാൻ വേറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ നടന്ന സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ എനിക്ക് ഇതെടുത്ത് വെച്ച് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു വേർഷനാണ് ആര് പറയുന്നത്. വേറെ കാര്യമുണ്ട്, ആര്യന്റെ അമ്മേറ്റ പോവാൻ നേരത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഇവനെ നമ്പരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ. പക്ഷെ അക്ബറാണ് അവിടെ ഈ പറഞ്ഞ ആര്യനും ഗിസയിലും പല വിഷയങ്ങളിലും ഒപ്പം നിന്ന് സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഇവരെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആര്യനെ കുറിച്ചിട്ടാണല്ലോ അക്ബറും ഒനീലും കൂടി ഇരുന്നിട്ട്, അതാ ഞാൻ പറഞ്ഞ ആ വർത്താനത്തിലാണ് ഷാനവാസ് അനീഷിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ പറയാ, ഇതിപ്പോ ഫാമിലിയും കൂടി വന്നു പോയപ്പോ എല്ലാരും കൂടി എന്താ പറയുക ഉൾട്ട തിരിഞ്ഞു. അവിടെ ആകെ ഞാൻ അങ്ങനെ അനീഷിനെ ഇതാക്കി പറയില്ല, അവിടെ ആകെ അനീഷിന് മാത്രമേ ഉള്ളൂ പറഞ്ഞാല് ഉറച്ചിക്കുന്ന ഒരാള്. ബാക്കി എല്ലാരും തലങ്ങും വിലങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അയാള് ഞാൻ പറഞ്ഞില്ലേ, ഗെയിമിന് ടു ദ കോർ അയാൾ ട്രൂത്ത്ഫുൾ ആണ്. പറഞ്ഞ കാര്യങ്ങളിൽ അയാൾ ട്രൂത്ത്ഫുൾ ആണ്. അയാൾ അതിൽ ഉറച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഉറച്ചെങ്കിൽ ലക്ഷ്മി പറഞ്ഞ ആ ഒരു ആസ്പെക്റ്റിൽ ഉറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കോ ഗെയിം വരുന്ന സമയത്ത് ലക്ഷ്മിക്ക് എന്ത് പറ്റുന്നുണ്ട് അറിയോ? ആ ഒരു സ്ട്രോങ് ആയി പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാന്നെങ്കിൽ അടിപൊളി ഗെയിമറായിരുന്നു. പക്ഷെ അത് ഫുള്ള് ഉൾട്ടായി പോയി ലക്ഷ്മിക്ക്. പക്ഷെ ആ ഒരു കാര്യത്തിന് മുകളിൽ ഉറച്ചു നിന്നു പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയുള്ള അതിനകത്ത്? അനീഷിനെ ഉള്ളൂ അല്ലേ? എനിക്ക് അനീഷിനെ ബാക്കി എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ചേഞ്ച് ആവും. സാബുവും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തോണ്ട് കാര്യം ഒന്നും പറയാനും പറ്റില്ല നമുക്ക്. സാബുമോൻ അത്യാവശ്യമായിട്ട് പറയേണ്ടടുത്ത് മാത്രമേ പറയുള്ളൂ. അയാൾ പറയണത് മാക്സിമം നവീനെയാണ്. അത് നമുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യണ കാര്യങ്ങളാണ് അയാൾ പറയണത്. നെവിനെ എല്ലാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെപ്പോഴും നെവിനെ പറയാത്തത് ആരുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രം അനുമോളോ പിന്നിട്ട് ആരോ രാവിലത്തെ ടാസ്ക് പറഞ്ഞത് എന്താ ഉപ്പില്ലാത്ത എന്തോന്ന് പറഞ്ഞ് അരോചക പരിപാടി പോയി. അതൊക്കെ അങ്ങനെ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആകെ സീനാവും. ലാസ്റ്റ് ഇവർക്ക് തന്നെ പണിയും വെച്ചിട്ട് പോകും. എന്തായാലും ഈ ആഴ്ച ഒനീൽ ഓർ നെവിൻ, ഐ തിങ്ക് സോ, രണ്ടിലേതെങ്കിലും ഒരാൾ ചാടാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. ഇല്ല, ലക്ഷ്മിക്ക് നല്ല വോട്ടുണ്ട്. ലക്ഷ്മി ചാടില്ല. ലക്ഷ്മിനെ ഇനി ഇവർ കാണിക്കാതിരുന്നാലും ലക്ഷ്മിക്ക് നിൽക്കാൻ കുറച്ചടും മുന്നോട്ട് പോകാനുള്ള ഒരു വോട്ട് ബാങ്ക് ഒക്കെ ലക്ഷ്മിക്ക് ഉണ്ട്. അതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത. ഇതിനിടയിൽ വേറെ സീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ എയർപോർട്ടിൽ ഇറങ്ങിയ അനുമോളുടെ ചേച്ചി അനീഷ് ആർമിയെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അവര് ഇവർക്കെതിരെ എന്തോ ചെയ്യുന്നു, പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അത് വേറെ ബിഗ് ബോസ്, പുറത്തെ ബിഗ് ബോസ് ആണ്. അവിടെ കളിക്കുന്ന പോലെ തന്നെ അതിന്റെ ഉള്ളിൽ പുറത്തുനിന്ന് കരച്ചിലും പ്രശ്നങ്ങളും ആകെ പ്രശ്നം. പുറത്തെ കളിയാണ് കളിച്ചത്. ഞാനൊരു കാര്യങ്ങളോട് പറയാം, എനിക്ക് തോന്നുന്നുണ്ടല്ലോ PR ടീമൊക്കെ പറഞ്ഞു കൊടുത്തോന്ന് എനിക്ക് തോന്നുന്നത്. ചാനലുകാരുണ്ടാവും ആരുമില്ല ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതായിരിക്കും. അവിടെ അല്ല, ഇന്ന് വേറൊരു ന്യൂസ് വന്നു ഗ്രൂപ്പിലൊക്കെ. എന്താ അറിയോ, ഒനീലിന്റെ വീട്ടുകാരും ലക്ഷ്മിന്റെ വീട്ടുകാരും ചെന്നൈ എയർപോർട്ടിൽ നിന്ന് അടിയുന്നു. ഇവരെ കണ്ട് ഉണ്ടാക്കിയ വീടാണ് ഇത്, പടപ്പിച്ച വീടാണ് ഈ സാധനം. ഇത് എപ്പോഴെങ്കിലൊക്കെ പോയി കത്തട്ടെ പറഞ്ഞിട്ട് ഇടാവുന്നുണ്ട്. പക്ഷെ ഇത് ഈ അനുമോളെ വീട്ടുകാർ പറഞ്ഞതിൽ അവർക്ക് ഇപ്പം ഞാൻ പറയാലോ, ഇതിനൊരു അതോറിറ്റി എന്താ, ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം.
ഓക്കെ, അനുമോക്ക് വേണ്ടി ഉണ്ടാക്കിയ വാട്സപ്പ് കൂട്ടായ്മയിൽ അനുമോളെ ചേച്ചി ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പുറത്ത് അനീഷിനെ അനിയുണ്ട് എന്ന് പറയുന്നു. ഇവര് പലതാ പറയുന്നത്. ഇതെന്തിനാ അവിടെ ഉള്ളവർ അടിച്ചോട്ടറേ, പുറത്ത് നിങ്ങൾ എന്തിനാ അടിക്കാതിരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അല്ല, അത് PR ഏറ്റെടുത്ത് PR കൊടുത്ത സംഭവങ്ങളാണ്. അങ്ങനെയാണ് അവർക്ക് ആ വോയിസ് കിട്ടിയ വോയിസ്. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് നമ്മളെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറുന്നു, മറ്റേ ഒപ്പിക്കലും അവിടുന്ന് ഇങ്ങോട്ട് ഒപ്പിക്കലും അവിടുത്തെ വോയിസ് ഇട്ടിട്ടാലും ഇതൊക്കെ സ്വാഭാവികം. നമ്മൾ അതിന്റെയൊക്കെ പിന്നാലെ പോകാൻ അതിനല്ലേ സമയം. അല്ല, ഇതിലിപ്പോ ആകെ ഉള്ള എന്താ പറയുക, ഇതിലാകെ നമ്മൾ നോക്കേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ വീട്ടുകാർ ത്രൂ എന്തെങ്കിലുമൊക്കെ സീൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ വരാൻ ആകെ അവിടെ രണ്ടാൾക്കാരേ ഉള്ളൂ, ആദില, നോറ. കാരണം അവരുടെ പാരൻസ് മാത്രമേ എന്തുള്ളൂ ഇതിലില്ലാത്തതുള്ളൂ. ബാക്കിയുള്ളവരുടെ പാരൻസ് ഒക്കെ സുഖമായി കണ്ടു അല്ല ചിരിച്ച് കളിച്ച് കയറി ഇറങ്ങി വന്നു. അതാ ഗെയിം സെൻസിൽ എടുക്കുക വിടുക. ഇതെന്താ അറിയോ, വീട്ടുകാർ ഇനി വിടാൻ പോണ എവിടെയാണെന്ന് അറിയോ, ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് കെട്ടിപ്പിടിച്ച് ഇനി വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഒന്നാകുമ്പോൾ ഇവർ കുടുങ്ങും ചെയ്യും. ആ സെൻസിൽ എടുത്താൽ മതി, ആ സീനൊന്നുമില്ല. അത് ഇപ്പത്തെ ഈ ഒരു ഇത്രയും ദിവസത്തെ ഒരു ഇതില് അനുമോളെ വീട്ടുകാർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ പ്രശ്നങ്ങള്. ബാക്കി ഒരിടയ്ക്ക് അപ്പാനീന്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അനുമോളെ PR കൊണ്ട്. പറയുമ്പോ അതും പറയണം, അപ്പാനീന്റെ വീട്ടുകാർക്കും അപ്പാനീന്റെ ആളുകളും ഇത് പറഞ്ഞിരുന്നു, അനുമോളെ PR കൊണ്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവര് നേരെ തിരിച്ച് അങ്ങനെയും പറഞ്ഞു. അനുമോളുടെ മറ്റേ ചേച്ചിയാരെ പറഞ്ഞേ, നിങ്ങൾ ചോദിച്ചു തന്നെ ഞങ്ങളത് പറയാൻ നിൽക്കുന്നു. ഞാനത് ലൈവ് ഇട്ട് പറയാൻ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ വന്ന് നന്നായി. അത് PR ടീം പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്താണ്. അത് കേട്ടാ അറിയാം. പക്ഷെ ശ്വാസത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും എന്താ അറിയോ, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആരും അത് ഏറ്റെടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കട്ടെ. നാളത്തെ പ്രമോ ഒന്നും നമുക്കറിയില്ല. ലക്ഷ്മിന്റെ കുട്ടീനെ കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബോസിനകത്ത്. കുട്ടീനെ കയറ്റി, പക്ഷെ ലക്ഷ്മിനെ കാണാൻ സമ്മതിച്ചില്ല. അങ്ങനെ എന്തല്ലോ പറഞ്ഞു. അങ്ങനെയല്ല, കയറ്റിയതേ ഇല്ല എന്നല്ല പറഞ്ഞത്. ശരിക്കും ഷാനവാസിന്റെ കുട്ടി കുറച്ച് വലുതാ. ബിഗ് ബോസിനകത്ത് അങ്ങനെ എന്തോ നിയമം ഉണ്ടോ കുട്ടികളെ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞങ്ങളെ സീസണിൽ ഒരു പ്രൊമോഷൻ ഒരു കുട്ടീനെ കയറ്റിയില്ലേ, ഒരു സീരിയൽ പ്രൊമോഷൻ ഒരു കുട്ടി കയറിയെന്നല്ലോ, ചെറിയ കുട്ടി. അഖിൽമാരുടെ കുട്ടിയോ? അല്ല, അവരൊക്കെ അത്യാവശ്യം ഇതും സ്കൂളിലുള്ള കുട്ടിയോ ആണോ എന്താ അറിയില്ല. എന്തെങ്കിലും സീൻ ഉണ്ടോ നമുക്ക് അറിയാൻ പാടില്ല. അതൊക്കെ നമുക്ക് നാളെ അറിയുള്ളൂ കയറ്റിയോ ഇല്ലെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, ഞങ്ങൾ പോട്ടെ അല്ലേ. ബൈ.